ശബരിമല യുവതീ പ്രവേശനത്തിൽ ഹർജികൾ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി. തുടർച്ചയായി വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ്. സംസ്ഥാന സർക്കാർ നിലപാട് മാർച്ച് 14 മുമ്പ് എഴുതി നൽകണമെന്ന് കോടതി. വാദം ഏപ്രിൽ 7 മുതൽ 22 വരെ. സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവർത്തിച്ച് NSS. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ED. ദേവസ്വം മുൻ സെക്രട്ടറി ജയശ്രീ കൊച്ചി ഓഫീസിൽ. ദ്വാരപാലക കട്ടിളപ്പാളികളിൽ നിന്ന് നഷ്ടമായത് 1 കിലോ 700 ഗ്രാം സ്വർണമെന്ന് SITയുടെ നിഗമനം. നാഷണൽ ലാബിലെ പരിശോധനാഫലം കൂടി വന്ന ശേഷം കോടതിയെ അറിയിക്കും. VS അച്യുതാനന്ദന്റെ മുൻ PA A സുരേഷ് മലമ്പുഴയിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും. നാളെ പുതുയുഗ യാത്രയിൽ പങ്കെടുക്കും. CPI അംഗം ജയൻ ചേർത്തല കോൺഗ്രസിലേക്ക്. നിയമമാണ് മനസ്സിലെന്നും പാർട്ടി പറയുന്നിടത്ത് മത്സരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ. NDA യോഗം കൊച്ചിയിൽ. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ. പേരൂക്കട അഗസ്ത്യ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ. രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഹാജരായത് ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥ പ്രകാരം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ OP സേവനം സ്തംഭിച്ചു. പ്രധാന ഡോക്ടർമാരെല്ലാം OP ബഹിഷ്കരിച്ചു. രോഗികൾ ദുരിതത്തിൽ. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. സർക്കാർ വാക്കുപാലിച്ചില്ലെന്ന് KGMCTA. ഗാസയിലും ലബനൻ സിറിയ അതിർത്തിയിലും ഇസ്രയേൽ വ്യോമാക്രമണം രൂക്ഷം. പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവർ അടക്കം 12 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ആരോപിച്ചുകൊണ്ട്.